മുയിപ്ര PVLP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 80 വർഷത്തോളം തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ മുയിപ്ര PVLP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ഇത്രയും ആളുകളുള്ള ഒരു പ്രദേശത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സ്കൂൾ അടച്ചുപൂട്ടരുതെന്നുള്ള ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും നീണ്ടുപോയത്? ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ വന്നിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1957 മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ മേഖല ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1957 നമുക്കറിയാം, അന്ന് ആദ്യമായിട്ട് ഒരു LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിൻ്റെ തുടക്കം അവിടെയാണ്. നമ്മുടെ എല്ലാ പൊതുവിദ്യാലയങ്ങളും മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് നമ്മളെല്ലാവരും രക്ഷിതാക്കളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നല്ല സൗകര്യമുള്ള വിദ്യാലയങ്ങളിൽ തങ്ങളുടെ മക്കളെ ചേർക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, അല്ലേ? അതുകൊണ്ട് തന്നെ അമ്പരചുംബികളായിട്ടുള്ള ഒട്ടേറെ കെട്ടിടങ്ങളെ നോക്കിയായിരുന്നു അന്ന് നമ്മൾ രക്ഷിതാക്കൾ പോയിരുന്നത് എങ്കിൽ ഇന്ന് നമുക്കറിയാം, സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് ഓരോ വർഷവും കുട്ടികളുടെ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒഴുക്ക് വർദ്ധിക്കുന്നത്? ഇന്ന് പൊതുവിദ്യാലയങ്ങളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു. അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വലിയ തോതിൽ പല സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന രീതിയിലാണ് ഇന്ന് പല വിദ്യാലയങ്ങളിലും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നത്. സംരക്ഷണ സമിതി ചെയർപേഴ്സൺ MP പ്രസീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP മിനിക, തോടന്നൂർ AEO K പ്രേമചന്ദ്രൻ, EP ദാമോദരൻ മാസ്റ്റർ, N ബാലകൃഷ്ണൻ മാസ്റ്റർ, നെല്ലോളി ചന്ദ്രൻ, കോട്ടയിൽ രാധാകൃഷ്ണൻ, OK കുഞ്ഞബ്ദുള്ള, E രാധാകൃഷ്ണൻ, MK വിജയൻ മാസ്റ്റർ, AK വിജയൻ മാസ്റ്റർ, AK ബാബു, KK മുരളീധരൻ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സമിതി കൺവീനർ ഇല്ലത്ത് ദാമോദരൻ മാസ്റ്റർ സ്വാഗതവും PTA പ്രസിഡന്റ് നിഷാന്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറാമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.